ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ചിന്ന ഗ്രാമത്തിൽ അരുൺ എൻ്റെ ഒരു ഇളയഞ്ഞൻ വാഴ്ന്നു വന്നാൽ അവൻ എപ്പോഴും മറ്റുമങ്ങളോട് തന്നെ ഒട്ടിപ്പിച്ച് പാർത്തുകൊണ്ടേ ഇരുന്നാൽ അവൻ എന്നെ വിட അഴകാ ഇരിക്കാൻ ഇവൻ എന്നെ വിட അധികമാ സമ്പാദിക്കറിയാൻ എന്നിടം യാതൊരു തിറമയും ഇല്ലേ. എൻ്റെ ദിനമും അവൻ മനസ്സുക്കുൾ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ അതിനാൽ അവനുടെ കൈ കുറഞ്ഞതു. പുതുതാകെ ഏതാവരും ചെയ്യ വേണമെന്നാലും അവനുക്ക് ഭയം വന്നതും തോൽവി വന്നുവിടുമോ. മറ്റവങ്ങൾ എന്നെ കേളി ചെയ്യാർക്കളോ എൻ്റെ നിറഞ്ഞു എല്ലാ തീരത്തിലും അവൻ ഒതുങ്ങിയിരുന്ന ഒരു നാൾ അന്തർഗ്രാമത്തെ ഒരു വയതാന ജ്ഞാനി വന്നാർ. അരുൺ അവിടം സെന്തു കെട്ടാൻ, ஐயா என்னுடைய உண்மை மதிப்பு என்ன? எனக்குள் என்ன நிறவே உரிக்கிறது என்பது எப்படி கண்டுபிடிச்சது? ஞானி சிரித்துக்கொண்டு தன் பையிலிருந்து ஒரு பழைய கல்லை எடுத்தான். அந்த கல்லை அருடன் கொடுத்து சொன்னான், இந்த கல்லை சந்தைக்கு எடுத்து கொண்டு போ. யாராவது ഇത്രൻ വില എന്തു കേട്ടാൽ നീ ഏതും പേസാതെ 2 വിരൽകളെ മാത്രം കാട്ടു. ஆனால் இந்த கல்லை யாரிடமும் விற்கக்கூடாது. அருண் அந்த கல்லை കായ്ക്കറി സന്തയ്ക്ക് എടുത്തു കൊണ്ടുപോകുന്ന ഒരു വ്യാപാരി കല്ല് പാർത്തു കേട്ടാർ. இந்த കല്ല് എനിക്ക് കൊടുക്കറാമോ? 200 രൂപ തരുൺകിറോൺ. അരുൺ 2 വിരലുകളെ മാത്രം കാട്ടിവിട്ട് ஞானியிடம் திரும்பி வந்தான். ஞானி சொன்னான், இப்போது இந்த கல்லை பழமத பொருட்கள் கடைக்கு எடுத்துக்கொண்டு போ. அருண் அந்த கடைக்கு சென்றார். கடைக்காரன் கல்லை நன்றாக பார்த்தான். பிறகு அவன் சொன்னான், இது சாதாரண கல் இல்லை, இது மிகவும் பழமும் அபூர்வമായ கல். இதற்கு 20,000 ரூபாய் தருகிறேன். അരുൺ വീണ്ടും 2 വിരലുകളെ കാട്ടിവിട്ട് ஞானியிடம் திரும்பி வந்தான். ஞானி இந்த முறை சொன்னான், இப்போது இதே கല്ല് ഒരു രത്നീന പുരണ്ടിடம் എടുത്തുകൊണ്ടു പോ. അരുൺ രത്ന കടയിലേക്ക് சென்னான். அங்கே இருந்து நிமிடர் கல்லை மிகவும் கவனாக ആയു ചെയ്താൻ. അവർ കല്ല് പല മുறை തിരിപ്പിച്ച് പറഞ്ഞാൽ പിറകെ അച്ചടത്തോട് എഴുതു നിന്റെ എന്ന് சொன்னார். ഇത് സാധാരണ കല്ലല്ല, ഇത് മികവും അപൂർവമായ ഒരു രത്നക്കൽ. ഇതിൻ മതിപ്പ് 2 കോടി രൂപക്കും അധികം. ഇത് കേട്ട അരുൺക്ക് ചെറിയ ആശ്ചര്യം ഏർപ്പെടുത്തു. അതിനുടെ ஞானியிடம் திரும்பி വന്നാൽ സ്വന്തം എല്ലാവരും അവിടം சொன்னான். ஞானி നിർത്തുകൊണ്ട് കേട്ടാൽ, இப்போது உனக்கு புரிகிறதோ? ഒരേ കൽ താൻ, ஆனால் വെവ്വേറെ ഇടങ്ങളിൽ അതற்கு വെവ്വേറെ വില കിട്ടുന്നു. കായ്ക്കറി സന്തയിൽ അത് ഉണ്മന മതിപ്പ് ഒരുക്കും തെരിയിരിക്കല്ല. പഴയ പൊരുടുകൾ വികടയിൽ അതற்கு കുറച്ച് മതിപ്പ് കിട്ടതു. ஆனால் ശരിയായ നിവരുടെ സെൻ്റെ പോന്തുതാൻ അതൻ ഉണ്ടേ മതിപ്പ് വെളിയെ വസുന്നു.
பிறகு ஞானி அருணிடம் சொன்னார், நீயும் அதே கல்லை போலத்தான். உன்னை புரிந்து கொள்ளதாவல் உன்னை குறைவாக மதிப்பிடாம். உடன் നിറമലയെ കവതിക്കുമ്പോൾ ഉടനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് ചൊല്ലലാം. ചിലർ ഉനെ കേലി ചെയ്യലാം. ചിലർ ഉന്നാൽ പതുവും മുടിയാതു എന്ന് ചൊല്ലലാം. ஆனால் அவங்கள் சொல்லாதினால் உன் உண்மன மதிப்பு ஒருபோதும் குறையாது. மற்றவர்கள் உன்னை எப்படி பார்க்கிறீர்களோ அது உன் உண்மதே അടുത്ത് അല്ല. ഉനക്കുൾ ഒരുക്കം നന്മ, നേർമൈ, അമ്പ്, അറിവ്, നിറമൈ, വിടാർച്ചി ഇവൈ താൻ ഉണ്മനെ സെൽവം. അന്തേ നാളിരുന്ന് അരുൺ തന്നെ മറ്റവങ്ങളോട് ഒപ്പിടുവാതെ നിർത്തിനാൽ തന്നിടം ഒരുക്കും ചിന്ന ചിന്ന നിറന്മകളെ അവൻ കവനിക്കാതിരുന്നാൽ അവനക്ക് മറ്റുള്ളങ്ങളായ പ്രശ്നങ്ങളെ കേട്ട് നല്ല ആശ്വാസം കൊടുക്ക മുടിയും. എൺപെടാതെ പുരിന്തു കൊണ്ടാൽ അവനാൽ നന്നാക പൈസ മുടിയും. എൺപതെയും കൺപിടുത്താൽ അവൻ ദിനമും പുതിയാക കൊണ്ടാൽ തോൽവി വന്നാലും വീണ്ടും മുയർച്ച ചെയ്താൽ മറുങ്ങളായ പരോട്ട് കാത്തിരിക്കാതെ താൻ വളർച്ചകൾ ഉഴ. നില ആണ്ടുകൾക്ക് പിറകു അതേ അരുൺ പല ഇളയങ്ങൾക്കും വഴികാട്ടും ഒരു വൈറ്റികരമായ മനിതാക മാറുന്ന അൻപറുകൾ ഉങ്ങൾ വായ്ക്കയിലും ചിലർ ഉങ്ങളെ മതിക്കുവാൻ ഇരിക്കലാം. ചിലർ ഉങ്ങളെ നിറമേ പുരിന്തു കൊള്ളാമെൻ ഇരിക്കലാം. ചിലർ ഉങ്ങളെ മറ്റുള്ളവരോട് ഒപ്പിട്ട് കുറവാകെ പേസലാം. ஆனால் ഒരു വിഷയം മാത്രം മറന്നുവിടാതിരിക്കുക. നിങ്ങൾ സാധാരണ കൽ അല്ല. ഉളങ്കുൾ ഇന്ന് കൺ പിടിക്കപ്പെടാതെ ഒരു അപൂർവ ഇനം രത്നം ഇരിക്കരുത്. ഉങ്ങളുടെ ഉണ്മന ശക്തിപ്പെട്ട് കൺപിടിക്ക മറ്റൊരുങ്ങൾ മാത്രം കേട്ടിങ്കിൽ ഇളങ്കുൾ നിങ്ങളെ കേളുങ്കിൽ എനിക്ക് ഏതു ചെയ്യും മിക്കാറും പിടിക്കും. എൻ്റെ വാലെ ചെയ്യുമ്പോൾ എനിക്ക് മനടരുകിടനെ എന്നുடைய നല്ല ഗുണങ്ങൾ എന്ന മറ്റവങ്ങൾ എന്നിടം എന്ത സഹായം കേട്ടു വരുകിറുകൾ എന്ത തിറയുമേ ഞാൻ ദിനവും വളർത്തുമിടും. ഇതെങ്ങൾക്ക് താങ്കൾ മനസ്സ് കൊടുക്കും പാതിരുങ്ങൾ താൻ ഉളങ്കളായ ഉണ്മയെ ഒരുക്കരുത്. ഉങ്ങളെ മറ്റുള്ള ഒപ്പിടാതിരിക്കാൻ ഓരോ മനിതവും തനിത്തന്നെയുമായൊരു പടപ്പ്. മറ്റൊരുടെ വാഴക്കൈ പായ വ്യഗ്ര ഉളങ്കുടെ വാഴക്കൈ പായ ബ്രഹ്മനും ദിനവും ഒരു ചിഹ്ന മുന്നേറ്റം ദയങ്ങൾ. ഉളങ്കളുടെ നിറമനിയെ വളർത്തുകൾ. ഉങ്ങളുடைய മനസ്സை கேளுங்கள். உங்களை நிறங்களுங்கள் என்பார். உங்களுடைய உண்மை மதிப்பு உலகம் உங்களுக்கு கொடுக்கும் விலைமை இல்லை. நீங்கள் உங்களை எப்படி புரிந்து கொள்ளுகிறீர்கள், எப்படி வாழ்ந்து கொள்ளுங்கள் என்பதில் தான் இருக்கிறது. இந்த முதல் தாங்களே குறைவாக പോലെ നിർത്തുங்கள். ഇളങ്കൂറൊടുക്കും അന്ത അപൂർവമായ രത്നസത്തെ കൺ പിടിയുங்கள். ഉങ്ങളെ ഉണ്മത നിർമ്മനയെ ഉലക്ത് കാട്ടുകൾ ഉടമ്പുകളെ നിങ്ങൾ നാൾ നിങ്ങളുടെ വായ്ക്ക് നീ ചെയ്യാകും മാറും. താങ്ക്സ്. ഷെയർ ദിസ് വീഡിയോ.